ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. പ്രാവൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ടോബിൻ ഷാറിൻ്റെ മാത്രമായിട്ടുള്ളൊരു പോസ്റ്റർ വന്നിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിലത്തെ ചെത്ത് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള സോങ് മിഞ്ഞാന്ന് തിങ്കളാഴ്ച 6 മണിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓഡിയോ ലോഞ്ച് 6:30 മുതൽ നടക്കുമെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തന്നെ കോട്ടയത്തെ ലുലുമണിൽ വെച്ചിട്ട്. പിന്നെ 6:30 എന്നുള്ള 6 മണി ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ടോബിൻ ഷാറിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, ബുക്കിംഗ് ഓപ്പൺ അതിൻ്റെ ഭാഗമായിട്ട്. അതേമാതിരി ബേസിൽ ജോസഫിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, ബുക്കിംഗ് ഓപ്പൺ ആയ രീതിയിൽ. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടത്തിലത്തെ ബേബി ജീൻ്റെ പേര് ഡേവിഡ് ജോൺ എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ഫ്രാൻകോ ഫ്രാൻസിസിൻ്റെ പേര് ഷിഫാസ് അലി എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ 1.92 കോടിയായിരുന്നു. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 5 ദിവസം കൊണ്ട് 30 കോടിയിലും കൂടുതൽ നേടാനും സാധിച്ചിട്ടുണ്ട് പടത്തിന്. പിന്നെ ചൗക്കിദാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഇന്നലെ 10 മണിക്ക് പുറത്തിറങ്ങിയത് രാവിലെ. പിന്നെ ഇഡ്ലി കട എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ഷൻ ചെയ്യുന്ന 4ാമത്തെ പടം. ധനുഷിന്റെ 52ാമത്തെ പടമാണ് അഭിനയിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ. അതിൽ എൻ്റെ ഹാപ്പി പൊങ്കൽ പോസ്റ്റർ ഉണ്ട്. അപ്പോൾ 2 പോസ്റ്റേഴ്സ് വന്നിട്ടുള്ളത്. ഒന്നിപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചാണ്, രണ്ടാമത്തെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ പോസ്റ്റർ എന്ന് പറയുന്നത് നിത്യമേനനായിട്ടുള്ള പോസ്റ്ററാണ്. നിത്യമേനൻ ആദ്യമായിട്ടാണ് ഈ പടത്തിന്റെ പോസ്റ്ററിൽ കാണിക്കുന്നത്. പിന്നെ എസൻസ് ഓഫ് തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. പിന്നെ തലത് വിജയും ലോകേഷ് രാജ് ആദ്യമായിട്ട് ഒന്നിച്ച മാസ്റ്റർ എന്ന് പറഞ്ഞ പടം റിലീസായിട്ട് 4 വർഷമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 4 years ഓഫ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതേമാതിരി 4 വർഷത്തിൻ്റെ ഭാഗമായിട്ട് ലോകേഷ് രാജ് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അമരൻ എന്ന് പറഞ്ഞ പടം 75 സെന്റിമീറ്ററിലോടെ ഭാഗമായിട്ട് വിക്ടറി ലിവിംഗ് സോൺ 75 days എന്നുള്ള രീതിയിൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ മസാക്ക എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പടം മാർച്ച് 7 റിലീസ് ആകുക എന്നുള്ള അറിയിച്ചിട്ടുണ്ടായി. അതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടീസർ ഇറങ്ങി ആരും പറഞ്ഞിരുന്നു, പക്ഷേ റിലീസ് ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സംക്രാന്തി ഫസ്റ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഗ്രാൻഡ് റിലീസ് ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. അതേമാതിരി ഗ്രാൻഡ് റിലീസ് ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ചിയാൻ വിക്രം അഭിനയിക്കുന്നതാണ്. ഋഷിരാജനാണ് നായികയെത്തുന്നത്. അവിടത്തിലത്തെ കല്ലൂരും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. 3 million+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ട്രെൻഡിങ് 2-ലൊക്കെയാണ്. എന്തായാലും പാട്ട് കുഴപ്പമില്ലാത്തൊരു പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി പൊങ്കൽ നല്ല രീതിയിൽ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. വിടാമുയർച്ചി, അതേമാതിരി എൽറ്റി എമ്പുരാൻ, പിന്നെ ജയ്സൺ സഞ്ജയ്, സുന്ദീപ് ഭൂഷണായിട്ട് ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്ന പടം. പിന്നെ ഒരു പടം കൂടി ഉണ്ട്, അതൊക്കെ വെച്ചുകൊണ്ട് ഒരു പൊങ്കൽ പോസ്റ്ററാണ്. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ പടം ജനുവരി 24 പുറത്തിറങ്ങാനുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ലൈല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ അനൗൺസ്മെന്റ് ഇന്നലെ രാവിലെ 10:08 ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. എന്തായാലും ടീസർ ജനുവരി 17 വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഹാപ്പി സംക്രാന്തി എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ നാരി ദ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ പടത്തിൽ നിന്ന് ഹാപ്പി മക്കാര സംക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പടം ജനുവരി 24 റിലീസാകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ധാര എന്ന് പറഞ്ഞിട്ടുള്ള രവിതേജയുടെ പടം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് OTT റിലീസാകുമെന്നുള്ള അറിയിച്ചു. അതേമാതിരി VD12 വിജയ് ദേവരകൊണ്ടയുടെ 12ാമത്തെ പടം നെറ്റ്ഫ്ലിക്സിലാണ് റിലീസാകുമെന്നുള്ള അറിയിച്ചു. പിന്നെ ഹിറ്റ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടം നെറ്റ്ഫ്ലിക്സിലാണ് റിലീസാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പ്രിയദർശി അഭിനയിക്കുന്ന കോർട്ട് സ്റ്റേറ്റ് VS എ നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് നെറ്റ്ഫ്ലിക്സിലാണ് വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലാണ് പുറത്തിറങ്ങാനുള്ള അറിയിച്ചിട്ടുണ്ട്. ഈ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി സംക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റാറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി പൊങ്കൽ പോസ്റ്റർ വന്നു. പിന്നെ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ പടത്തിലത്തെ യു ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് ഇന്ന് രാവിലെ 11 മണിക്ക് വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൈ ഫോഴ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 10 days ഒക്കെ പോസ്റ്റർ ഇട്ടുണ്ട്. ജനുവരി 24 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ ഡിജോ ജോസേൻ്റെ അടുത്തായിട്ട് ടൊവിനോ തോമസിനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് കൂടെ വന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം സ്ക്രീനിൽ. എന്തായാലും നോക്കിയിട്ട് വേണ്ടവരാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള നമ്പറിൽ അയച്ചു കൊടുക്കുക, ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് മുന്നേ, അല്ലെങ്കിൽ ആ ജിമെയിലേക്ക് അയച്ചു കൊടുക്കുക. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള മാത്യു തോമസ് അഭിനയിക്കുന്നതോടെ ഏപ്രിൽ 4 വെല്ലുവിട്ട് റിലീസ് ആകുമെന്നുള്ള അറിയിച്ചു. പിന്നെ സിത്താര എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സർപ്രൈസ് യു റിലേറ്റ് എ ലോട്ട് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഇന്ന് 11:25 ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ഹാപ്പി സംക്രാന്തി എന്നുള്ള രീതിയിലാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ഇരട്ടത്തല്ല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി പൊങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ ത്രിമുഖ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി സംക്രാന്തി പോസ്റ്റർ വന്നു. പിന്നെ കുഴന്തകൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് KMKയുടെ. പിന്നെ പെരിസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. 3 പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. തെലുങ്കിലോട്ട പേദ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും വൈഭവും സുനിലാണ് പടത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത്. ഇലങ്കോ രാം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം എടുത്തിട്ടുള്ളത്. പിന്നെ ഫത്തേ എന്ന് പറഞ്ഞ സോനിസൂട് എടുത്ത പടത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 2.61 കോടിയായിരുന്നു. രണ്ടാമത്തെ ദിവസം 3.97 കോടിയായിരുന്നു. മൂന്നാമത്തെ ദിവസം 4.13 കോടിയായിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് 10.71 കോടിയാണ് നേടിയിട്ടുള്ളത്. നാലാമത്തെ ദിവസം കൂട്ടുമ്പോൾ 12.02 കോടിയാണ് നേടിയിട്ടുള്ളത്. നാലാമത്തെ ദിവസം മാത്രം 1.31 കോടിയാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ദേവ എന്ന പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഷാഹിദ് കപൂറിന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹോംബാല ഫിലിംസ് എടുക്കുന്ന മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കാർട്ടൂൺ രീതിയിലാണ് തോന്നിയത്, എന്താ സംഭവം എന്നുള്ള അറിയില്ല. ഏപ്രിൽ 3 പടം റിലീസാകുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ രാമം രാഘവൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തും പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഹാപ്പി സംക്രാന്തി അല്ലെങ്കിൽ ഹാപ്പി പൊങ്കൽ എന്നുള്ള രീതിയിൽ പോസ്റ്റർ ഇറക്കിയിട്ടുള്ളതാണ്. പിന്നെ 1000 എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 15 വർഷമായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഇറക്കി. പിന്നെ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങി. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഹാപ്പി മകര സംക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ രജാസബ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് ഹാപ്പി പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പ്രഭാസിൻ്റെ പടത്തിലത്തെ ലുക്ക് തന്നെയാണോ ഇനി സാധാ സെറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണെന്നുള്ള അറിയില്ല, അങ്ങനത്തെ രീതിയിലാണ് ഫോട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി പൊങ്കൽ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. പോസ്റ്റർ കൊള്ളാം, ഒരു കളർഫുൾ പോസ്റ്ററാണ്. ഇതിൽ ജയറാമും സൂര്യൊക്കെ ഉണ്ട്. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അനുഷ്ക ശെട്ടി അഭിനയിക്കുന്ന പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 9:45 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഗ്ലിംസ് ഇന്ന് 4:30 വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് എന്ന് വെച്ചാൽ ഡെസി രാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെയാണ്, അല്ലാതെ അനുഷ്ക ശെട്ടിയുടെ അല്ല, അത് ഓൾറെഡി വന്നതാണ്. പിന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. എന്തായാലും ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ഡിറ്റക്റ്റീവ് ഇൻ ടൗൺ എന്നുള്ള രീതിയിൽ ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്.
പടം നന്നാവുന്നതിനെ പ്രതീക്ഷിക്കാം. പിന്നെ കാതലിക്ക് നേരമില്ല എന്ന് പറഞ്ഞ പടത്തിൽ ജയരവിയുടെ പേര് മാറ്റിയിട്ട് രവിമോഹൻ എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ആളിപ്പോൾ ട്വിറ്റർ പേജിലൊക്കെ പേര് മാറ്റിയിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 റോൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി സംക്രാന്തി പോസ്റ്റർ വന്നിട്ടുണ്ട്. പടം ജനുവരി 17 വീണ്ടും തിയേറ്ററിൽ റിലീസാകുകയാണ്. അത് റീലോഡ് വെർഷൻ എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ 20 മിനിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 വരെ എന്നുള്ളത്. അത് മാറ്റി എന്നുള്ള പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്തായാലും സംക്രാന്തി പോസ്റ്റർ വന്നപ്പോൾ ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ. പിന്നെ സൗബിൻ ഷാർ ഇപ്പോൾ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. അവർ 1.5 മാസം കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുൽഖർ സൽമാനായിട്ടുള്ള പ്രൊജക്ട് തുടങ്ങുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. സൗബിൻ ഷാർ ഡയറക്ഷനിക്ക് വരുന്ന രീതിയിൽ ദുൽഖർ സൽമാൻ വെച്ചിട്ടാണ് ഞാൻ അടുത്തത്. അപ്പോൾ അത് തുടങ്ങുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞ പടം 4th വീക്കിലും 100ലും കൂടുതൽ സ്ക്രീനിൽ കളിക്കുന്നുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു തിയേറ്റർ ലിസ്റ്റ് വന്ന് ഞാൻ സ്ക്രീനിൽ കളിക്കാം. പിന്നെ പടം നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 16 സ്ട്രീമിംഗ് ആവുന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ കാണാത്തവർക്ക് ഇനി OTTയിൽ കാണാം. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടം USA നിന്ന് മാത്രം 1 മില്യൺ പ്ലസ് ആയിട്ടുണ്ട് കളക്ഷൻ. പിന്നെ പടം 2 ദിവസം കൊണ്ട് 74 കോടിയിലും കൂടുതൽ നേടിയിട്ടുണ്ടെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ L2 എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഈ ജനുവരി 25 വരെ എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് പടത്തിന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കാം. പിന്നെ സൺ പിക്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സൺ പിക്ചേഴ്സ് നെക്സ്റ്റ് സൂപ്പർ സാഗ എന്നുള്ള രീതിയിൽ അനൗൺസ്മെന്റ് ടീസർ 6 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. എന്തായാലും അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അനൗൺസ്മെന്റ് ടീസറിന് ഒരു ടിക്കറ്റൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്, ചില സെലക്ടഡ് തിയേറ്റേഴ്സിൽ മാത്രമായിട്ട്. എന്തായാലും സംഭവം എന്താണെന്നുള്ളത് മുന്നേ പിടികിട്ടാണ്. ജയിലറിൻ്റെ 2ാം ഭാഗം അതിൻ്റെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് തന്നെ ആയിരിക്കും എന്നുള്ള അറിയായിരുന്നു. എന്തായാലും അതിൻ്റെ റൺ ടൈം പറഞ്ഞിട്ടായിരുന്നു മുന്നേ 4 മിനിറ്റും 3 സെക്കൻഡൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് വന്നപ്പോൾ അതിൽ കറക്റ്റ് 4 മിനിറ്റാണ് അതിൻ്റെ ഡ്യൂറേഷൻ ഉള്ളത്. എന്തായാലും ഹുക്കും എന്നൊന്നുമില്ല പേര് കൊടുത്തിട്ടുള്ളത്, ജയിലർ 2 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മ്യൂസിക് ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല, ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് ചില ഭാഗത്ത്. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. എന്തായാലും ഗംഭീരമായിട്ട് ഞാൻ തോന്നിയത്. ഫസ്റ്റ് പാർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നാത്തതാണ്, ഒരു എവറേജ് രീതിയിലാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ജയിലർ 2 ആയാലും ഗംഭീരമാവുന്ന പ്രതീക്ഷിക്കാം. എന്തായാലും ഫ്രെയിംസും ഒക്കെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ MMN മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ പടം. ഈ പടത്തിൻ്റെ ശ്രീലങ്കയിലത്തെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എറണാകുളത്തെ ഷെഡ്യൂളാണ്. അതിപ്പോൾ ഈ അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ മമ്മൂട്ടി മോഹൻലാലും ഉണ്ടാവും എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഏകദേശം 2 ആഴ്ചത്തെ ഷൂട്ടാണ് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഷൂട്ട് വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.